കഴിഞ്ഞാലും അത് ദോഷമാണ്. മണ്ണിലാണ് നട്ടത്. കായ് പിടിച്ച് കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ കായ് കൊഴിഞ്ഞു പോകുന്നതിനുള്ള പല 4, 5 കാരണങ്ങളുണ്ട് ട്ടോ. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത് ശരിയായി പരാഗണം നടക്കാത്തത് കൊണ്ട്. അത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മഴ അല്ലെങ്കിൽ മഞ്ഞ് തട്ടിയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ. ഈ പൂവ് വരുന്ന ചെറിയ തണ്ടുണ്ടല്ലോ, അത് നൈസായിരിക്കും. അപ്പൊ അതിലെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ അത് കറുത്തിട്ട് കൊഴിഞ്ഞു പോവാം. അത് അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തടുക്കാൻ പറ്റില്ല. കാരണം മഴ കൊള്ളുന്നതാണ്, മഞ്ഞും കൊള്ളുന്നതാണ് ഒക്കെ നമ്മൾ നനച്ചു കൊടുക്കുക. നമ്മൾ നനച്ചു കൊടുക്കുന്നത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ചെടിക്ക് വേണ്ടത് പൂവിട്ട് കഴിഞ്ഞാൽ പൊട്ടാസ്യം കൂടുതലായിട്ട് വേണം. അപ്പോൾ പൊട്ടാസ്യം അടങ്ങിയ വളം ചെടിക്ക് കറക്റ്റായിട്ട് കിട്ടാതെ വരുന്ന ടൈമിൽ ഇതേപോലെ കൊഴിഞ്ഞു പോകും. അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് വെച്ചാൽ ബോറോൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആ ഒരു സമയത്ത് ചെടികൾക്ക് കിട്ടേണ്ടതാണ്. അത് മണ്ണിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടും അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇതേപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാം. അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണ് അസിഡിക് ആണെങ്കിൽ, ഇപ്പം നമ്മൾ മണ്ണിലൂടെ ഈ വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പാകത്തിലല്ല. പക്ഷെ മണ്ണ് അസിഡിക് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ കൊഴിഞ്ഞു പോവാം. പിന്നെ വെള്ളം നമ്മൾ തീരെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാടിയിട്ട് കൊഴിഞ്ഞു പോവാം. ഇങ്ങനെയൊക്കെ പല കാരണത്താൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് വളങ്ങൾ കൊടുത്തതെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണം. അപ്പോഴാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. അത് പേരക്ക എന്ന് മാത്രം